മുകുന്ദന് ഖർവാപ്പസിയില്ല. ബിജെപിയിലേക്കുള്ള പി മുകുന്ദന്റെ മടങ്ങിവരവ് അടഞ്ഞ അധ്യായമാകുന്നു. പാർട്ടിയിലേക്ക് മുകുന്ദനെ തിരിച്ചെടുക്കാനാവില്ല എന്ന സന്ദേശം ദൂതൻ മുഖേന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മുകുന്ദനെ അറിയിച്ചതായാണ് വിവരം. പാർട്ടി അധ്യക്ഷന്റേതടക്കമുള്ള പ്രബല വിഭാഗത്തിന്റെ എതിർപ്പാണ് മുകുന്ദന്റെ ഖർവാപ്പസിക്ക് തിരിച്ചടിയായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് പുറത്താക്കിയ പാർട്ടിയിലേക്ക് തിരികെ എത്തുന്നുവെന്ന് അറിയിച്ച പി മുകുന്ദൻ മാരാർജി ഭവന്റെ പടി കയറിയത്. അന്നേ അവഗണന രുചിച്ച പി മുകുന്ദന് പിന്നീട് അങ്ങോട്ട് നേതൃത്വം മുഖം കൊടുത്തതേയില്ല. കെ രാമൻപിള്ളയെ സ്വീകരിച്ചപ്പോഴും മുകുന്ദനെ കൈവിട്ടു. ആർക്ക് വേണമെങ്കിലും പാർട്ടിയിലേക്ക് തിരികെ വരാമെന്ന പ്രതികരണം കുമ്മനം ആവർത്തിച്ചെങ്കിലും മുകുന്ദന് മുന്നിൽ വാതിൽ അടഞ്ഞു തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ സംസ്ഥാന കൌൺസിലിന് ഏതാനും ദിവസം മുമ്പാണ് ബിജെപിയിലേക്ക് വരേണ്ടതില്ലെന്ന സന്ദേശം മുകുന്ദന് കിട്ടിയത്. മുകുന്ദനുമായി അടുപ്പമുള്ള മുതിർന്ന നേതാവിലൂടെയാണ് പാർട്ടി തീരുമാനം കുമ്മനം അറിയിച്ചതെന്നാണ് സൂചന. കാരണമൊന്നും വിശദീകരിച്ചിട്ടില്ലെന്നും അറിയുന്നു. സങ്കടകരമായ ഒരു വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ്. പ്രമുഖ ബി.ജെ.പി. നേതാവ് പി മുകുന്ദൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 77 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ അടുത്ത കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വേട്ടമുക്കിലുള്ള ഒരു സുഹൃത്തിന്റെ ബസ്സിൽ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. കുറച്ചു നേരം അദ്ദേഹവുമായി കുറച്ചധികം സമയം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. എന്നോട് വളരെ വാത്സല്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മുകുന്ദേട്ടൻ. ഞാനും എന്നെ പോലെയുള്ള പല ആളുകളും അദ്ദേഹത്തെ മുകുന്ദേട്ട എന്നാണ് വിളിക്കുന്നത്. ബി.ജെ.പിയുടെ അതിരുകൾക്കപ്പുറം ഒരു സൗഹൃദ സംഘം എന്നും പടുത്തുയർത്തിയ ആളായിരുന്നു മുകുന്ദേട്ടൻ. മുകുന്ദേട്ടന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് കുറച്ച് മാറി നടന്നപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ മാറ്റിമറിക്കാൻ തയ്യാറായില്ല. പാർട്ടിയിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതുപോലെ അദ്ദേഹത്തിന് പാർട്ടിക്കപ്പുറത്തും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ആദരവോടെ കാണുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ സങ്കടമാണ് മുകുന്ദേട്ടന്റെ വിയോഗം മൂലം ഉണ്ടായിരിക്കുന്നത്. മുകുന്ദൻ എല്ലാ കാലത്തും അദ്ദേഹം പറഞ്ഞിരുന്നത് വ്യക്തികൾക്കല്ല പ്രാധാന്യം, ആശയത്തിനാണ് പ്രാധാന്യം. അത് മാത്രമാണ് നിലനിൽക്കുക എന്നുള്ളതായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനോട് അദ്ദേഹം ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഇക്കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ ദൃശ്യശേഖരത്തിനുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി കാണാം. വ്യക്തികൾ വരും, വ്യക്തികൾ പോകും. നിലനിർത്തിയിട്ട് ഐഡിയോളജി അങ്ങനെയല്ല. എത്രയോ ആൾക്കാർ വിവിധ പ്രസ്ഥാനങ്ങളിൽ അവർ വന്നു, അവർ പ്രവർത്തിച്ചു, അവരെ കർമ്മം കൊടുത്തു, അവർ പോയി. ഇപ്പോൾ ബി.ജെ.പി. അല്ലെങ്കിൽ ജനസംഘം തുടങ്ങിയ ശ്യാമപ്രസാദ് മുഖർജിയിലായിരുന്നു. ഇന്ത്യ അറിയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. വന്നു, അതേ പോയി. ദീർഘകാലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വധിച്ചു, എന്നിട്ടും പ്രസ്ഥാനം മുമ്പോട്ട് പോയി. വ്യക്തിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രസ്ഥാനം നഷ്ടപ്പെടും പോകും എന്ന് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ധരിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ളത്, അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പോവാതെ ഇതേ ആദർശത്തിൽ നിൽക്കാൻ കാരണം. ഈ RSSൽ ഒരു പാട്ടുണ്ട്, ഈ ഒന്നിച്ചു വന്നവരിടക്ക് മടങ്ങിയേക്കാം, നന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചുകല്ല, തന്നിച്ച ഭാന്തവർ തളർന്നു നിരന്തരിക്കാം, എന്നാൽ ജനിക്ക പരിപാലന സംഘമന്ത്രം എന്ന് പറഞ്ഞിട്ട് RSS ഗണയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ലതെന്ന് പറഞ്ഞ ആൾക്കാർ നാളെ ചീത്താൻ പറയും, നാളെ ചീത്താൻ പറഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് പറയും.